യിരെമ്യാവ് 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ യെഖൊന്യാവെയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തതുവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാതവണ്ണം ചീത്തയും ആകുന്നു എന്നു പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, യിസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തുനിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ചു അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയുകയില്ല, അവരെ നടും, പറിച്ചു കളയുകയുമില്ല. ഞാൻ യഹോവ എന്നു എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായുമിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെങ്കിലേക്ക് തിരിയും. എന്നാൽ യഹൂദരാജാവായ സിദെക്കീയാവെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച യെരൂശലേമിലെ ശേഷിപ്പിനെയും യിസ്രായേൽ ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാതവണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ ത്യജിച്ചു കളയും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കിത്തീർക്കും. ഞാൻ അവർക്ക് അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തുനിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയയ്ക്കും.